തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് അഭിജിത്തിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലിൽ ഇന്ദുജയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. 3 മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുൺ, ഇപ്പോൾ ഈ ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ, ഭക്ഷണത്തിനായി തിരിച്ചു വന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ ഇങ്ങനെ ഒരു മൃതദേഹം മരണം കണ്ടതും അവിടെ പ്രായമുള്ള ഇവരുടെ അമ്മമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ പോലീസിൽ ഉണ്ടാകുന്നുണ്ടോ? മറ്റെന്തെങ്കിലും സാധ്യതകളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്, പുറംലോകം അറിയുന്നത്. അഭിജിത്തിന്റെ വീട്ടിലായിരുന്നു പെൺകുട്ടിയുടെ നവവധുവായ ഇന്ദുജയുടെ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയുടെ ജനലിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ സമയത്ത് അഭിജിത്തിന്റെ അമ്മമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അമ്മ ഇല്ലായിരുന്നു. ഇവർ 3 പേരും ആണ്, ഇന്ദുജ ഉൾപ്പെടെ 4 പേരാണ് ഈ വീട്ടിലുള്ളത്. പക്ഷെ ഇവരുടെ വിവാഹം, ഇരു സമുദായങ്ങളിലുള്ള ഇവരുടെ വിവാഹം 3 മാസം മുമ്പായിരുന്നു നടന്നത്. തുടർന്ന് ചെറിയ തോതിലുള്ള വാക്കേറ്റങ്ങൾ ഇവരുടെ ഇടയിൽ, ദാമ്പത്യത്തിനിടയിൽ ഉണ്ടായിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതേ ചൊല്ലിയുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. പക്ഷേ എന്തായാലും മൃതദേഹ പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുമെന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ളവ നോക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് പാലോട് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ കൂടുതൽ അറിയാൻ കഴിയും. ഇപ്പോൾ ഇന്ദുജയുടെ മൃതദേഹമുള്ളത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ്. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.